വേണ്ടിയാണ് ഞാൻ സാക്ഷ്യം പറയുന്നത്. ഞങ്ങൾ രണ്ടുപേരും ബോംബെയിൽ നേഴ്സായിട്ട് ജോലി ചെയ്യുകയായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ സഹോദരനൊരു മാരക അസുഖം വന്നു. അപ്പോഴാണ് ഞങ്ങൾ ടെസ്റ്റ് ചെയ്തിട്ട് ഞങ്ങളതിൻ്റെ ഹോസ്പിറ്റലിൽ പോകുന്നതിന് മുമ്പ് കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തു. അന്ന് ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്ന സമയത്ത് ജോസഫ് അച്ഛൻ പറഞ്ഞു, ക്രൂശിതനായ ഒരു ഈശോയെ ഞാൻ കാണുന്നു, ഓൾറെഡി സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട്, ഒരു മാരക അസുഖം കൂടെ വന്നിട്ടുണ്ടെന്ന്. നെവർ മൈൻഡ് എന്ന് അച്ഛൻ പറഞ്ഞു. ഞാൻ ആ സമയത്ത് പൂനെയിലായിരുന്നു. ഞാനത് ഓർത്തു, എൻ്റെ സഹോദരനെക്കുറിച്ച് ഞങ്ങളെക്കുറിച്ച് തന്നെയാണ് പറയുന്നതെന്ന് ഞാൻ ഉറച്ചു വിശ്വസിച്ചു. എൻ്റെ ദൈവം ഞങ്ങളെ ഈ മാരക രോഗത്തിൽ നിന്ന് രക്ഷിക്കും, ഞങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളെല്ലാം മാറ്റുമെന്ന് ഉടമ്പടി എടുത്തു. ഒന്നാമത്തെ ഉടമ്പടി മാരക രോഗം തന്നെ ഞങ്ങൾ വെച്ചു. സർജറി നല്ല രീതിയിൽ 12 മണിക്കൂർ എടുത്ത് ചെയ്തു. ഓപ്പൺ പറഞ്ഞ സർജറി കീ ഹോൾ വഴി ചെയ്യാനായിട്ട് മാതാവ് ഞങ്ങളെ സഹായിച്ചു. നല്ല രീതിയിൽ സർജറി പൂർത്തിയായി. 6 മാസത്തിന് ശേഷം രണ്ടാമതൊരു സർജറിയും കൂടി ചെയ്തു. ആ സർജറിയും വിജയകരമായി പൂർത്തിയാക്കി. അതിൻ്റെ ഇടയ്ക്ക് ബയോപ്സിക്ക് റിപ്പോർട്ടിന് വേണ്ടി ബയോപ്സിക്ക് അയച്ചായിരുന്നു സാമ്പിള്. ഞാൻ ഒരിക്കൽ 4:30 മണിയായപ്പോൾ ഞാൻ ഒരിക്കലും പ്രാർത്ഥനയ്ക്ക് എഴുന്നേക്കാൻ മറന്നുപോയി. അപ്പം തനിയെ മണി അടിച്ചു. അലാറം ഞാൻ സെറ്റ് ചെയ്തിട്ടില്ലായിരുന്നു മൊബൈലിൽ. തനിയെ മണിയടിച്ച് ഞാൻ കൃത്യസമയത്ത് അന്ന് മുതൽ പ്രാർത്ഥന ചൊല്ലി. പിന്നീട് ഞാൻ മാതാവിനെ സ്വപ്നം കണ്ടു. പക്ഷെ ഞാൻ കാവി സാരി ഉടുത്തിയ മാതാവിനെയാണ് സ്വപ്നം കണ്ടത്. ഒരു കുഞ്ഞി കൊച്ച് കൂടെ ഉണ്ടായിരുന്നു. എന്നെ വന്ന് ഒരു ബുക്ക് കാണിച്ചു. എൻ്റെ സഹോദരൻ്റെ പേര് അതിനകത്ത് എഴുതിയിട്ടുണ്ടായിരുന്നു. അതിന് താഴെ ഒരു 10,400 എന്ന് എഴുതിയത് ഞാനിപ്പോഴും ഓർക്കുന്നു. അതിന് താഴെ യു വിൽ സീ ദ റിസൾട്ട് എന്ന് എഴുതിയിട്ട് റെഡിങ് കൊണ്ട് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ബയോപ്സിയുടെ റിസൾട്ട് വന്നപ്പം എൻ്റെ സഹോദരന് ഒരു മാരകാസുഖവും ഉണ്ടായിരുന്നില്ല. രണ്ടാമതായിട്ട് ഞാൻ ജർമ്മനിക്ക് പോകാനായിട്ട് എൻ്റെ ദൈവം എന്നെ സഹായിച്ചു. ഇന്ന് ഞാൻ ജർമ്മനിയിൽ സ്റ്റാഫ് നേഴ്സായിട്ട് ജോലി ചെയ്യുകയാണ്. എൻ്റെ സഹോദരൻ്റെ അസുഖം പൂർണ്ണമായി മാറി. അതിനുശേഷം അവനിപ്പം B2 പഠിച്ച എക്സാമിന് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവൻ നോർമലായിട്ടുള്ളൊരു ലൈഫ് ജീവിക്കുന്നു. ഒപ്പം ഞങ്ങളും സന്തോഷത്തോടെ ജീവിക്കുന്നു. പിന്നീട് ഈ ഒരു ഉടമ്പടി എടുത്തത് മൂലം എനിക്ക് സീരിയൽ കാണുന്ന സ്വഭാവം ഉണ്ടായിരുന്നു. ദൈവം അതെല്ലാം മാറ്റി തന്നു. ഉടമ്പടിയുടെ വഴി അനേകം ആളുകൾക്ക് ഞങ്ങൾ കൃപാസനത്തിൻ്റെ പത്രം കൊടുത്തു. മുംബൈയിൽ വർക്ക് ചെയ്യുന്നത് വഴി പലർക്കും ദൈവത്തെക്കുറിച്ച് അറിയില്ലായിരുന്നു. ഞങ്ങളത് പറഞ്ഞു, ഉടമ്പടി പത്രം കൊടുത്തു. അതുവഴി അനേകം പേർക്ക് അത്ഭുത സാക്ഷ്യങ്ങളും രോഗശാന്തികളും ഉണ്ടായി. പിന്നീട് ഞാൻ എൻ്റെ ജീവിതത്തിലുണ്ടാകുന്ന പല ദുസ്വഭാവങ്ങളും ഉപേക്ഷിക്കുവാൻ എൻ്റെ ദൈവം എന്നെ സഹായിച്ചു. എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഉടമ്പടിക്കൊരു സാക്ഷ്യം പറയണമെന്ന്. ദൈവം അതിനും എനിക്ക് അവസരം തന്ന് എന്നെ അനുവദിച്ചു. എൻ്റെ ഈശോയ്ക്ക് 1000 നന്ദി. ഇത്രയും വലിയ അനുഗ്രഹം തന്ന മാതാവിന് നന്ദി. അഗ്നിശോധനയെ അതിജീവിക്കുന്ന നശ്വരമായ സ്വർണത്തേക്കാൾ വിലയേറിയതാണ് പരീക്ഷകളെ അതിജീവിക്കുന്ന നിങ്ങളുടെ വിശ്വാസം.